friends, welcome to Fluent Now Happy Learning. ഇന്ന് നിങ്ങൾ എല്ലാവരെയും മൂന്നാമത്തെ ദിവസത്തേക്ക് ക്ഷണിക്കുന്നു. ജസ്വിൻ, are you ready for the class? Yes, ജസ്വിൻ റെഡിയാണ്. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഡേ 3യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡേ 3യിൽ എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിവൈസ് ചെയ്യാം. ഡേ 1ൽ നമ്മൾ കണ്ടിരുന്ന ഏതായിരുന്നു ജസ്വിനെ? സെന്റൻസ് കണ്ടിരുന്നു, സബ്ജക്റ്റ് കണ്ടിരുന്നു. ഡേ 2ൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ്സിലെ ആം, ഈസ്, ആർ ആണ് കണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡു ആൻഡ് ഡസിനെ പറ്റിയായിരിക്കും. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ആം, ഈസ്, ആർ ആണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡു ആൻഡ് ഡസിനെ കുറിച്ചാണ്. അപ്പം ചെയ്യുക എന്നൊരർത്ഥമാണ് ഇതിന് നമുക്ക് വരുന്നത്. ഒരു മെയിൻ വെർബായിട്ട് വരുമ്പോൾ ചെയ്യുക, അതിന്റെ ഓക്സിലറി വെർബായിട്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഡസ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ജസ്റ്റിന്റെ മീനിങ് പറഞ്ഞേ? സിംഗിൾ ആണ്. മീനിങ് എന്തായിരുന്നു പറഞ്ഞേ? ചെയ്യുക. ആൻഡ് ഡു എന്ന് പറയുമ്പോഴോ അതിന്റെ അർത്ഥം ചെയ്യുകയാണ്. രണ്ട് ഈ ഓക്സിലറി വെർബ്സിന്റെയും അർത്ഥം ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെർബ്സ് ഫോം നമ്മൾ സാധാരണ പറയുന്ന വെർബുകളുണ്ട്. റൺ, ഗോ, സ്റ്റഡി, അങ്ങനെ കുറച്ച് വെർബിനെ പറ്റി ജസ്റ്റ് പറഞ്ഞു. ഫാസ്റ്റ് പറഞ്ഞു. റൺ, വാക്ക്, സ്റ്റഡി, ഫൈറ്റ്, ജംപ്, സ്വിം. കേട്ടോ, ഈ വാക്കുകളെല്ലാം ഓർത്തിരിക്കണേ. എന്നാൽ ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് വെർബ്സ് കണ്ടിട്ടുണ്ടോ? റൺസ്, ഗോസ്, സ്റ്റഡീസ് എന്ന് പറയുന്ന കുറച്ച് വെർബ്സ് കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ കുറച്ച് വെർബ്സ് പറഞ്ഞേ. റൺസ്, ഗോസ്, സ്റ്റഡീസ് എന്ന് പറയുന്ന കുറച്ച് വെർബ്സ് പറഞ്ഞേ. ക്ലൈംസ്, സ്വിംസ്, ജംപ്സ്, ഫൈറ്റ്സ്, റൺസ് ഞാൻ പറഞ്ഞാണല്ലേ. ഓക്കെ, അതെന്തുകൊണ്ട് ജസ്റ്റിനെ ഒരു ഭാഗത്ത് റൺ എന്നും മറ്റു ഭാഗത്ത് റൺസ് എന്നും പറയാൻ കാരണം എന്താണ്? ഡൂവിന്റെയും ഡസിന്റെയും വ്യത്യാസം കാരണം. അപ്പൊ ഡൂ എന്താ ഡസ് എന്താണെന്ന് മനസ്സിലാക്കട്ടെ. എന്താണ് ഡൂവും ഡസും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ആദ്യം പറഞ്ഞു മീനിങ് ചെയ്യുക എന്നാണ് രണ്ടിന്റെ മീനിങ്. അപ്പം ഡൂവും ഡസും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. എന്താണ് വ്യത്യാസം? ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗുലർ ആണ്. ഡൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഡൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ്. അപ്പം റൺ, ഗോ, സ്റ്റഡി എന്ന് പറയുന്ന നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് ഫോം ദ വെർബ്, അത് അപ്പൊ പ്ലൂറൽ ആണോ? അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി. എന്താണ് മനസ്സിലായത്? എല്ലാ വെർബ് ഫോമും ബേസ് വെർബ് ഫോമും എന്താണെന്ന് മനസ്സിലായേ? പ്ലൂറൽ ആണ്. ഈ പ്ലൂറലിനെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ നമ്മൾ ഒരു ഐഡിയ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കുന്നത് ആഡ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അടിയിൽ കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്യണം. അത് എന്തുകൊണ്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നതനുസരിച്ച് നമ്മൾ എല്ലാ വെർബ് ഫോമിലും, മെയിൻ വെർബ് ഫോമിലും നമുക്ക് എന്തുണ്ട്? ഡു എന്ന ഓക്സിലറി വെർബ് ഉണ്ട്. അതായത് റൺ പ്ലസ് ഡു എന്ന് പറയുന്നതാണ് എന്ത്? റൺ എന്ന് വരുന്നത്. ഗോ പ്ലസ് ഡു എന്ന് പറയുന്നതാണ് ഗോ എന്ന് വരുന്നത്. അതുപോലെ സ്റ്റഡി പ്ലസ് ഡു എന്ന് പറയുമ്പോൾ സ്റ്റഡി. അപ്പം എങ്ങനെയായിരിക്കും റൺസ്, ഗോസ് ആൻഡ് സ്റ്റഡീസ് വരുന്നത്? എങ്ങനെയായിരിക്കും റൺസ്, ഗോസ് ആൻഡ് സ്റ്റഡീസ് എങ്ങനെ വരും? അതിന്റെ കൂടെ ഡു ആണ് ചേർക്കുന്നത്? അല്ല, എന്തായിരിക്കും ചേർക്കുന്നത്? ഡസ് ചേർക്കണം. നോക്കിക്കേ, റൺ പ്ലസ് ഡസ് എന്ന് പറയുമ്പോഴാണ് റൺസ് വരുന്നത്. ഗോ പ്ലസ് ഡസ് വരുമ്പോഴാണ് ഗോസ് വരുന്നത്. സ്റ്റഡി പ്ലസ് ഡസ് വരുമ്പോൾ സ്റ്റഡീസ് വരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ സാറേ ഈ ഡൂയും ഡസ് ഒക്കെ ചേർക്കുന്നത്? വെറുതെ IS അങ്ങ് ചേർത്താ പോലെയാണ്. അതിന്റെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ സെന്റൻസിനെ നിങ്ങൾ നെഗറ്റീവ് ആക്കുമ്പോഴാണ്. നിങ്ങൾ സെന്റൻസ് നെഗറ്റീവ് ആക്കുന്ന ആവശ്യങ്ങളില്ലേ? അതായത് പറയുന്ന സെന്റൻസ് നമ്മൾ നെഗറ്റീവ് ആക്കണ്ടേ? ഈ നെഗറ്റീവ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡൂവും ഡസും എടുക്കേണ്ടൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, എവിടെ നിന്നാണ് ഈ ഡൂ എടുക്കുന്നത്, എവിടെ നിന്നാണ് ഈ ഡസ് എടുക്കുന്നതെന്ന്. അത് ഇപ്പോഴേ മനസ്സിലാക്കിയാൽ ഈസിയാണ്. എവിടെ നിന്ന് എടുക്കുന്നത്? എല്ലാ ബേസ് ഫോം, അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ഡു ഉണ്ട്. അതിനെ സിംഗുലർ ആക്കണമെങ്കിൽ അതിലൂടെ എന്ത് ചേർക്കണം? ഡസ് ചേർക്കണം. അതിന്റെ കൂടെ ഡസ് ചേർക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് സിംഗുലർ കിട്ടുന്നത്. നോക്കിയോ, ഓൾറെഡി പറഞ്ഞു പ്രസന്റിന്റെ ഡസിന്റെ ചെയ്യുക എന്നാണ്, ഡൂവിന്റെ അർത്ഥവും ചെയ്യുക എന്നാണ്. ഡസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. നമ്മളൊരു ട്രിക്ക് പറഞ്ഞിരുന്നു.
S stands for singular. അപ്പോൾ ഇവിടെ വരുന്ന ends with S ആണെങ്കിലും singular ആണെന്ന് പറഞ്ഞു. Any auxiliary verbs ends with S is singular. അങ്ങനെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Then do എന്ന് പറയുന്ന plural ആണ്. Then ഈ ഡസിന്റെ കീഴിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഓൾറെഡി നമ്മൾ സബ്ജക്റ്റ് പഠിച്ചതല്ലേ? അപ്പൊ ഹി ഷീ ഒന്ന് വായിച്ച ശേഷം ഏതൊക്കെയാണ് വരുന്നത്? ഡസിന്റെ അടിയിൽ വരുന്ന സിംഗുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? He, she, it, Jack. He, she, it, Jack എന്നൊക്കെ പറയാൻ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതാണ് ഡസിന്റെ അടിയിൽ വരുന്നത്. അപ്പം ഡൂവിന്റെ അടിയിൽ ഏത് വരും? I, you, they, we, Jack. I, you, they, we, Jack and Jill എന്നൊക്കെ വരുന്നത് ഏതിൽ വരുന്നേ? അത് പ്ലൂറൽ ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാനൊരു പിക്ചർ നൽകുവാണ്. ഇത് റീഡ് എന്ന് പറഞ്ഞ വാക്കിന് പകരം നമ്മൾ ഒരു പിക്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഹി ആണെങ്കിൽ എങ്ങനെ വയ്ക്കും? എങ്ങനെ ആ സെന്റൻസ് ഫോം ചെയ്യാൻ സാധിക്കും? അവിടെ റീഡ് ആണ്. ഈ ബുക്ക് കൊടുത്തിരിക്കുന്ന റീഡ് എന്ന് പറഞ്ഞ വാക്കിന് പകരം വിചാരിക്കുക. അപ്പൊ എങ്ങനെ വായിക്കും? ഹി reads. He reads. Very good. That's fine, Jeshwin. A star for you. And what will be next? She Reads. She reads. എന്തുകൊണ്ടാണ് reads വന്നേ? We are does to the Sing. verb. അല്ലേ? Yes. Read എന്ന verb-ന്റെ കൂടെ does ചേർക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നേ? Reads വരുന്നേ. അപ്പൊ it ആണെങ്കിൽ Reads. it reads. Jack Reads. അത് സെന്റൻസ് പറ. Jack reads. Jack reads. And how about I? If it's I, Read. Jeshwin, make it a sentence. I read. I read. Next one. You read. You read. I read. You read. They read. They read. We read. We read. Jack and Jill read. Jack and Jill read. അവിടെ നമ്മൾ ഡു ഫോം ചേർത്തുകൊണ്ടാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടാവില്ലേ? Next picture. Just look at the next picture. What is the next picture? There is a playground. So let's take as a word play. Play ആണെങ്കിൽ എന്ത് വരും? ഇപ്പൊ ഞാൻ അത് ചോദിക്കുന്നത് ജാക്ക് ആണ്. ജാക്കും പ്ലേയും ആണ് ഉള്ളത്. Then how can you make a sentence? Jack plays. Jack plays. And if it is I play. I play. കണ്ടോ ഇതിൽ കണ്ടോ നമ്മൾ സിംഗുലർ പ്ലൂറൽ നോക്കുമ്പോൾ നോക്കിക്കേ. ഐ ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഐ കണ്ടപ്പം മിഡിലായിരുന്നു വന്ന്. ഈ സമയം ഐ എവിടെ വന്നു? ഐ സിംഗുലറിന്റെ കൂടെയാണോ പ്ലൂറലിന്റെ കൂടെയാണോ? Pluralന്റെ കൂടെ. പ്ലൂറലിന്റെ കൂടെ വന്നു. ഐ പ്ലൂറലിന്റെ കൂടെ വന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആം ഈസ് ആർ വന്നു കഴിഞ്ഞപ്പോൾ ഐ വന്നിരുന്നത് ആമിന്റെ കൂടെ മാത്രമായിരുന്നു അല്ലെ? ആമിന്റെ കൂടെ മാത്രമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ്? പ്ലൂറലിന്റെ കൂടെ വന്നു. എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ഇവിടെ ഗോ എന്ന മെയിൻ വേർബ് ആണ്. അപ്പൊ ഗോയുടെ കൂടെ നമ്മൾ സിംഗുലർ ആണ് ചേർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹി Goes. read the sentence full. He goes to school. He goes to school. And how about she? She goes to school. Yes. And Jack? Jack goes to school. Why it is goes? Why it is goes there? Does plus verb. Does plus verb ആണ്. Very good. അത് doesന്റെ കൂടെ വെർബിന്റെ കൂടെ does ചേർത്തത് കൊണ്ടാണ് നമുക്ക് അവിടെ goes വന്നേ. നമ്മൾ സ്കൂളിൽ പഠിച്ചത് എന്തായിരുന്നു? I yes yes is ചേർക്കുന്നത് അല്ലേ? അത് എന്തുകൊണ്ടാണ് ചേർക്കുന്നത്? Because we add does to the verb. അങ്ങനെയാണെങ്കിൽ നോക്കിയേ പ്ലൂറൽ ആണെങ്കിലോ I. If it is I go to school. I go to school. Why it is not goes? Because it is plural. Who is plural here? I is plural. I എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് go ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് I നമ്മൾ സിംഗുലറും പ്ലൂറലും ഉള്ള അല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ആം ഈസ് ആറിന്റെ കൂടെയായിരുന്നു അല്ലെ? ഇവിടെ I എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. Then you, just read faster. You go to school. You go. There is no change. Next one. They go to school. Yes, good. Next we go to school. We got to school, right? ഇവിടെ നമുക്ക് ആ മെയിൻ verb അത് തന്നെയാണ്. Because every main verbs are plural. എല്ലാ വെർബുകളും പ്ലൂറൽ ആണ്. ആ പ്ലൂറൽ വെർബുകളുടെ കൂടെ എന്തുണ്ട്? do ഉണ്ട് എന്നുള്ളതാണ്. Okay, let's see the next one. I want ice cream. I എന്ത് വന്നു? Want വന്നു. The next one, if it is you want ice cream. Yes, they want ice cream. we want ice cream. Why there is no S, E, S, I, E, S?
Because it is plural. Because all these subjects are Plural. plural. Subject plural ആയതുകൊണ്ട് നമ്മുടെ verb form എന്തായിരിക്കണം? Plural. Plural ആയിരിക്കണം. Let's see now with the he ആണെങ്കിൽ He wants ice cream. he wants ice cream. Here only s added. Next one she. She wants ice cream. Yes, and Jack. Jack wants ice cream. അവിടെ എല്ലാം നമുക്ക് എന്ത് ആഡ് ചെയ്തു? Wants. Wants വന്നു. Why? Because does ആഡ് ചെയ്തതുകൊണ്ട്. അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചതുപോലെ s or es or is ആഡ് ചെയ്തതുകൊണ്ട് ഏതിന്റെ കൂടെ? മെയിൻ വെർബിന്റെ കൂടെ. Why? The reason is Because it's single. Because singular. they are singular. Yes, because ആ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുവാണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നോ എന്തുകൊണ്ടാണ് ഡൂം ഡസും നമ്മൾ ചേർക്കുന്ന കാര്യത്തെ പറ്റി മനസ്സിലാക്കാന്ന് പറയാനുള്ള കാരണം ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ ഈ ഡൂ ഒക്കെ വരുന്നതെന്ന്. ജസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, ഞാൻ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ വേർബിന്റെ അകത്തുള്ള ഡൂ കണ്ടോ, എല്ലാ വേർബിന്റെ അകത്തും എന്തുണ്ടെന്ന് പറഞ്ഞേ? ഡൂ ഉണ്ട്. എല്ലാ വേർബിന്റെ അടുത്തും ഡൂ ഉണ്ട്. ആ ഡൂവിനെ എടുത്ത് പുറത്തെടുക്കുക, ഡസിനെ എടുത്ത് അതിന്റെ കൂടെ സാധാരണ വേർബിന്റെ അകത്തുള്ള ഡൂ ഓർ ഡസ്, അതായത് സിംഗുലർ വേർബ് ആണെങ്കിൽ ഡസും പ്ലൂറൽ വേർബ് ആണെങ്കിലും ഡൂ ഉണ്ടാവും. അതിനെ എടുത്ത് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിന്റെ കൂടെ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം. അതിന്റെ കൂടെ ചേർക്കേണ്ടത് നോട്ടാണ്. ചെറിയൊരു കൺഫ്യൂഷൻ വന്നോ? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ആ സെന്റൻസിലുള്ള വെർബിന്റെ ഉള്ളിലുള്ള ഡു ഓർ ഡസ്. എന്തുകൊണ്ടാണ് ഡു എന്ന് പറയുന്നത് പ്ലൂറൽ വെർബ് ആണെങ്കിൽ, ഡസ് എന്ന് പറയുന്നതോ സിംഗുലർ വെർബ് ആണെങ്കിൽ, അല്ലെ? പ്ലൂറൽ വെർബ് ആണെങ്കിൽ ഡൂവിനെ പുറത്തെടുക്കുക, സിംഗുലർ വെർബ് ആണെങ്കിൽ ഡസിനെ പുറത്തെടുക്കുക. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം, നെഗറ്റീവ് ആകാൻ വേണ്ടിട്ട്, അല്ലെ? അതിന്റെ കൂടെ നോട്ട് ചേർക്കണം. അത് ഒരു എക്സാമ്പിൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞു ഐ ഗോ ടു സ്കൂൾ എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അല്ലെ? അവിടുത്തെ മെയിൻ വെർബ് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? I go to school. Plural ആണ്, because it's I plural ആണെന്ന് പറഞ്ഞു. Go എന്ന് പറയുന്നതും plural ആണ്. ഇവിടെ നോക്കിയേ, you go, they go, we go എന്ന് പറയുന്നതെല്ലാം go എന്താണ്? Plural ആണ്. അപ്പൊ ഈ ഗോയുടെ കൂടെ നമുക്ക് എന്ത് എടുക്കണം? ഈ ഗോയിൽ നിന്ന് എന്ത് എടുക്കണം? നെഗറ്റീവ് ആണെങ്കിൽ എന്ത് എടുക്കണം? ഡു എടുക്കണം. ഡു എടുക്കുമ്പോൾ എങ്ങനെ വരും സെന്റൻസ് നോക്കിക്കേ. I do എടുത്തു, I do, പിന്നെ അതിന്റെ കൂടെ ഡൂവിന്റെ കൂടെ എന്ത് ചേർക്കണം എന്ന് പറഞ്ഞേ? നോട്ട് ചേർത്തു. വീണ്ടും വെർബ് വരില്ലേ? ഡു പ്ലസ് ഗോ ആണ് ഗോ. അപ്പൊ ഡു പുറത്തെടുത്താലും വെർബ് എന്ത് തന്നെയായിരിക്കും? വെർബ് ഗോ തന്നെയായിരിക്കും. ഗോ ചേർത്തു, പിന്നെ അത് അതേപോലെ എഴുതി വെച്ചാൽ മതി. നോക്കിയേ, ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ എന്നും പറയും, ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ എന്നും പറയും. അത് ഷോർട്ട് ഫോം. അത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ മനസ്സിലാകും. യു ഗോ ടു സ്കൂൾ. യു ഡോണ്ട് ഗോ ടു സ്കൂൾ. യു ഡോണ്ട്. എന്തുകൊണ്ടാണ് ഡോണ്ട് എന്ന് വന്നേ? ഡു നോട്ടിന്റെ ഷോർട്ട് ഫോം. ഡു നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. നോക്കിയേ, ഡു ആണെങ്കിൽ ഡു നോട്ട്, ഡോണ്ട് എന്നും ഡസ് നോട്ട് എന്നുള്ളത് ഷോർട്ട് ആക്കുമ്പോൾ എന്താണ്? ഡസൻറ്റ് എന്നും വരും. അതിനെ കൺട്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? കൺട്രാക്ഷൻ എന്ന് പറയും, ഷോർട്ട് ഫോം എന്ന് പറയും, അല്ലെ? കൺട്രാക്ഷൻ എന്ന് പറയും. അത് നോക്കി, വി ഗോ ടു സ്കൂൾ. അങ്ങനെ എന്തായി? വി ഡോണ്ട് ഗോ ടു സ്കൂൾ. വി ഡോണ്ട് ഗോ ടു സ്കൂൾ ഓർ വി ഡു നോട്ട് ഗോ ടു സ്കൂൾ, രണ്ടും സെയിം ആണ്. ഇവിടുത്തെ ഈ ഗോയിലുള്ള എന്തെടുത്തു നമ്മൾ പുറത്ത്? ഗോയിലുള്ള എന്തിനെ എടുത്തു പുറത്ത്? ഗോയിലുള്ള ഡൂവിനെ പുറത്തെടുത്തു. കേട്ടോ, ഗോയിലുള്ള ഡൂവിനെ നമ്മൾ പുറത്തെടുത്തു, ഡു എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചേർത്തു? നോട്ട് ചേർത്തു. എന്നിട്ട് ആ വെർബിന് മുമ്പ് അല്ലെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ എഴുതി വെച്ചാൽ മാത്രം മതി. അപ്പൊ ആ സെന്റൻസ് എന്തായി? നെഗറ്റീവ് ആയി. ഇപ്പൊ നമ്മൾ എസ് ഇ എസ് ഐ എസ് എന്ന റൂളാണ് പഠിച്ചു വെച്ചിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് ഈ ഡു വന്നേ എന്ന സംശയം നമുക്ക് എപ്പോഴും ഉണ്ടാവും. എവിടെ നിന്നാണ് ഡു വന്നേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എല്ലാ പ്ലൂറൽ വെർബിന്റെ കൂടെയും എന്തുണ്ട്?
ഡു എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഉണ്ട്. അത് നെഗറ്റീവ് ആക്കണമെങ്കിലും ക്വസ്റ്റ്യൻ ആക്കാനൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ആക്കണമെങ്കിലും ഈ ഡൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. ഇനി സിംഗുലർ ആണ്, നോക്കിക്കേ. സിംഗുലർ വേർബ് ഏതാണ്? ഷീ ഗോസ് ടു സ്കൂൾ. ഷീ ഗോസ് ടു സ്കൂൾ. അങ്ങനെ വന്നത് എന്തായി? ഗോസില് നമ്മൾ എന്തെടുക്കണം? ഡസ് എടുക്കണം. ഡസ് എടുക്കണം. എന്തുകൊണ്ട് അവിടെ ഡസ് വന്നേ? ഡസ് ആണ് ഗോസിന്റെ ഉള്ളിലുള്ളത്. ഗോസിന്റെ ഉള്ളിലുള്ളത് ഡസ് ആണ്. ഗോ പ്ലസ് ഡസ് ഈസ് ഈക്വൽ ടു ഗോസ്. അപ്പൊ അവിടെ എന്താ ഉള്ളത്? ഡസ് ആണുള്ളത്. ഡസിനെ നമ്മൾ വെളിയിൽ എടുക്കണം. ഗോസിൽ നിന്നും ഡസിനെ വെളിയിൽ എടുത്തു. അപ്പൊ എന്ത് വന്നു? ഷീ. അത് അതേപോലെ വന്നു അല്ലെ? ഡസ് വന്നു. എന്നിട്ട് നോട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് നോട്ടായിട്ടോ ഡസിന്റ് ആയിട്ടോ ഷോർട്ട് ഫോം ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എനിക്ക് ഉത്തരം വന്നേ ഷീ ഡസന്റ് ഗോ ടു ദ സ്കൂൾ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ഗോസ് ആണ് വന്നത് അല്ലെ? ഹി ഗോസ് ടു സ്കൂൾ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഗോയാണ് വന്നത്. വൈ? ബിക്കോസ് അതെന്തുകൊണ്ടാണ് ഗോ വന്നേ? ഓക്കെ, ഹി ഡസന്റ് ഗോ ടു സ്കൂൾ. അത് വീണ്ടും ഗോ വന്നു. ഇപ്പൊ വന്നത് ഹി ഗോസ് ടു സ്കൂൾ എന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഗോസ് ഗോയായിട്ട് മാറിയത്? ഡസ് എടുത്ത് മാറ്റിയതുകൊണ്ട്. ഡസ് ഏതിൽ നിന്നെടുത്തു? ഗോസിൽ നിന്നും ഡസ് എടുത്തു. അതായത് ഗോ ഡസ് പ്ലസ് ഗോ ആയിരുന്നു എന്ത് വന്നത്? ഗോസ് വന്നത് അല്ലെ? അപ്പം ആ ഡസിനെ അവിടെ റിമൂവ് ചെയ്തപ്പോൾ അതെന്തായി? അത് ഗോയായി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണ്, നമ്മുടെ ഡസ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ വീണ്ടും ഗോസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈറ്റ് ആണെങ്കിൽ ഈസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഈറ്റ് ആയിട്ട് വരും അല്ലെ? രണ്ട് കാര്യമാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. അത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നെഗറ്റീവ് ആക്കണമെങ്കിൽ വെർബിലുള്ള പ്ലൂറൽ വെർബ് ആണെങ്കിൽ ഡൂവിനെ പുറത്തെടുക്കുക. സിംഗുലർ വെർബ് ആണെങ്കിൽ ആരെടുക്കണം? ഡസിനെ പുറത്തെടുക്കുക. എന്നിട്ട് അതിന്റെ കൂടെ ആരെ ചേർക്കുക? നോട്ട് ചേർക്കുക. സബ്ജക്ട് കഴിഞ്ഞ ഉടനെ തന്നെ എഴുതി വെച്ചാൽ മതി. Is it clear? Yes. Any doubt? No. Any assumption doubt? ഇല്ല. Then let's move to the next one. What is the next one? അതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ കണ്ടത് നെഗറ്റീവ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇവിടെ പോസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 20 സെന്റൻസ് എങ്കിലും നിങ്ങൾ ഈ നെഗറ്റീവ് ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 20 sentences you want to make. എന്തിനു വേണ്ടിയാ? ഇത് ആദ്യം ഒരു പ്രാവശ്യം ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നതായിരിക്കും. ഓക്കെ, സോ ഹിയർ വി ജസ്റ്റ് ഗോ ടു ക്വസ്റ്റ്യൻ. ഈ സെന്റൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഡൂവും ഡസും പറഞ്ഞില്ലേ? വെർബിലുള്ള ഡൂവിനും ഡസിനും പറഞ്ഞില്ലേ? അതിനെ നമ്മൾ പുറത്ത് ആദ്യം എഴുതി വെച്ചാൽ മതി. എങ്ങനെയാണ് എഴുതി വെച്ചാൽ മതി? ഡൂവിനെ സെന്റൻസിന്റെ ആദ്യം ഉപയോഗിച്ചാൽ മതി. പ്ലൂറൽ ആണെങ്കിൽ. സിംഗുലർ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഡസ് ഉപയോഗിക്കണം. പ്ലൂറൽ ആണെങ്കിൽ ആര് ഉപയോഗിക്കണം? ഡൂവിനെയും. സിംഗുലർ ആണെങ്കിൽ എന്തിനെയാണ്? ഡസിനെയും. എവിടെ ഉപയോഗിക്കണം? സെന്റൻസിന്റെ ആദ്യം ഉപയോഗിക്കണം. എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? സെന്റൻസിന്റെ ആദ്യം ഉപയോഗിക്കണം. നമുക്ക് നോക്കിയാൽ ഒരു എക്സാമ്പിൾ. ജസ്റ്റ് look the one of the examples here. Their examples. I don't go to school നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? I don't go to school ആദ്യത്തെ നെഗറ്റീവ് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഈ നോട്ട് എല്ലാം നമ്മൾ ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ പോസിറ്റീവ് ആയില്ലേ? I do go to school. They do go to school. You do go to school. They do go to school. അങ്ങനെ പറയാൻ പറ്റുമോ? I do go to school. They do go to school. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റും. സ്ട്രെസ് ചെയ്യുമ്പോൾ ഡു എന്ന ഓക്സിലറി വെർബ് നമ്മൾ സബ്ജക്റ്റിന് ശേഷം ചേർക്കുകയാണെങ്കിൽ അത് സ്ട്രെസ്ഡ് ഫോം ആണ്. നമ്മൾ എന്താ പറയുന്നത്? ഉറപ്പായിട്ട് പറഞ്ഞില്ലേ? I do go to school എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പോകും, തീർച്ചയായിട്ടും പോകും, ഉറപ്പായിട്ട് പറയുന്നതാണ്. അപ്പം ഈ ഡൂവിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? മുൻപിലിടാൻ പറഞ്ഞു. ഇപ്പൊ നോക്കിക്കേ, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? ഈ ഡൂവിനെ മുമ്പിലേക്ക് ഇടുമ്പോ എന്തായി? ഡു ഐ ഗോ ടു സ്കൂൾ. എങ്ങനെ വന്നു?
ഡു ഐ ഗോ ടു സ്കൂൾ എന്ന് വന്നു. കണ്ടോ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണേ. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഐ ഡു ഗോ ടു സ്കൂൾ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ഈ ഡൂവിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? സബ്ജക്റ്റിന്റെ മുൻപിലേക്ക് ഇട്ടു. അത്ര ചെയ്തിട്ടുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ഒരു സെന്റൻസിനെ അത് ഡു ചേർത്തോ ഡസ് ചേർത്തുള്ള സെന്റൻസിനെ എന്താക്കണമെങ്കിലും അത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ആ ഓക്സിലറി വേർബിനെ നമ്മൾ എങ്ങോട്ട് എടുത്തിടണം? മുൻപിലേക്ക് എടുത്തിടണം. അത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ നോക്കാം. വി ഡോണ്ട് ഗോ ടു സ്കൂൾ എന്ന് പറയുമ്പോൾ വി ഡു ഗോ ടു സ്കൂൾ ആക്കിയാലോ? പോസിറ്റീവ് ആണ് അല്ലെ? വി ഡോണ്ട് ഗോ ടു സ്കൂൾ ആണെങ്കിലും അതിന് മുമ്പോട്ടാക്കാം. വി ഡു ഗോ ടു സ്കൂൾ എന്ന പോസിറ്റീവ് സെന്റൻസിനെ ആണെങ്കിൽ ഇതിനുള്ള ഡൂവിനെ നമ്മൾ എവിടെ എടുത്തു? ഫ്രണ്ടിലേക്ക് എടുത്തു. അതിനുശേഷം വി ഗോ ടു സ്കൂൾ എന്ന് എഴുതി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. സിമ്പിൾ ആയിട്ടല്ലേ? ആശയം ഒരിക്കൽ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ വീണ്ടും വീണ്ടും എഴുതിയോ സംസാരിച്ചോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലേക്ക് കിട്ടുള്ളൂ. അതായത് ഡു ചേർത്തിട്ടുള്ള ഒരു സെന്റൻസിനെ അല്ലെങ്കിൽ വേർബിലുള്ള ഡൂവിനെ നമ്മൾ എടുത്ത് ആദ്യം എഴുതിയാൽ, സെന്റൻസിന്റെ ആദ്യം എഴുതിയാൽ എന്തു വന്നു? അത് ക്വസ്റ്റ്യനായി മാറി. അത് പ്ലൂറൽ ആണെങ്കിൽ. സിംഗുലർ ആണെങ്കിൽ ഡൂവിന് പകരം എന്ത് ചെയ്യണം? ഡസിനെ എടുത്തെടുക്കണം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ജാക്ക് ഡസന്റ് ഗോ ടു സ്കൂൾ. അപ്പൊ നമ്മള് ഡസിന്റിനെ എന്താക്കാം? നോട്ടിനെ ഉള്ളത് നമുക്ക് പോസിറ്റീവ് സെന്റൻസ് ആക്കിയാൽ ജാക്ക് ഡസ് ഗോ ടു സ്കൂൾ എന്നായി അല്ലേ? അപ്പൊ അതിനെ ജാക്ക് സ്കൂളിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും? Does Jack go to school? ഈ ഡസിനെ നമ്മൾ എടുത്ത് എങ്ങോട്ട് എഴുതി? ഫ്രണ്ടിലേക്ക്, ജാക്കിന്റെ മുൻപിൽ എഴുതി, അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ആദ്യം എഴുതി. Then we were talking why this go here? Does Jack go to school? വീണ്ടും go വരാൻ കാരണം എന്താണ്? ഗോസിൽ നിന്ന് ഡസ് എടുത്ത് മാറ്റിയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നു? ഗോ വന്നത്. അതായത് ഇവിടെ കിടക്കുന്ന ഈ ഗോസ് ഉണ്ടല്ലോ, തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നേ, ആ ഗോസിൽ നിന്ന് ഡസ് ഏറ്റെടുത്ത് പുറത്തേക്ക് എടുത്തപ്പം ഇവിടെ വീണ്ടും ഗോ വന്നു. Got it? Okay. Is it clear? Yes. ഇവിടെ തോന്നുന്നു Jack doesn't go to school നമ്മൾ പറഞ്ഞു. അവിടെയും ഡസ് പുറത്തു വന്നുകൊണ്ടാണ് ഇവിടെ ഗോ വന്നതെന്ന് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പം ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തെറ്റുണ്ടാകില്ല. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും വ്യത്യസ്തമായ സെന്റൻസുകൾ ഫ്രെയിം ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടുമുമ്പിൽ പറഞ്ഞ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഇനി ഇതിനെ WH ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ എങ്ങനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ ആക്കുന്നത്? വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്. അതിലും വേറെ ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, എന്താണെന്ന്? ഡൂം ഡസും ആണ് ഇവിടെ വീണ്ടും വർക്ക് ചെയ്യുന്നത് അല്ലെ? നമ്മൾ കാരണം നമ്മൾ ഡൂം ഡസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഡൂം ഡസും ആണ് വർക്ക് ചെയ്യുന്നത്. ഈ ഡൂം ഡസിനെയും ആദ്യം എടുത്ത് എഴുതി കഴിഞ്ഞാൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഇനി ഈ ഡു ഓർ ഡസിന്റെ മുൻപ് വേറൊരാളെ ചേർക്കണം. ആരെയാ ചേർക്കണ്ടേ? WH ക്വസ്റ്റ്യൻ ചേർക്കണം അല്ലെ? When, where, the how, what എന്ന WH ക്വസ്റ്റ്യൻ ഇതിന് മുൻപ് ചേർത്ത് കഴിഞ്ഞാൽ, ആർക്ക് മുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ? ഡു ഓർ ഡസിന് മുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ആ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാതെ ആൻസർ കൊടുക്കുന്നത് അല്ലേ? പല രീതിയിലുണ്ട്. ഒന്ന് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, മറ്റേത് സെന്റൻസ് ആയിട്ട് തരുന്നത്. അപ്പം അങ്ങനെ WH ക്വസ്റ്റ്യൻ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഡു ഓർ ഡസ് വെച്ച് ചേർത്ത ഒരു സെന്റൻസ് ഇല്ലേ, എസ് ഓർ നോ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ മുൻപിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എക്സാമ്പിൾ നോക്കിയേ. ഡു ഐ ഗോ ടു സ്കൂൾ എന്നല്ല നമ്മൾ ആദ്യം കണ്ടിരുന്നേ? ഡു ഐ ഗോ ടു സ്കൂൾ. അപ്പം ഇവിടെ എന്തായിരിക്കും ചേർക്കുക? ഡു ഐ ഗോ ടു സ്കൂളിൽ എങ്ങനെ നമുക്ക് WH ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ സാധിക്കും? When ആഡ് ചെയ്താൽ വെരി ഗുഡ്. ഓക്കെ, when do I go to school? എപ്പോഴാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്? When do I? എന്താ നമ്മളിവിടെ ആഡ് ചെയ്തത്?
WH ക്വസ്റ്റ്യൻ അല്ലേ, എന്ന് പറയുന്ന WH ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഏതിന്റെ മുൻപിൽ ആഡ് ചെയ്തേ? നമ്മൾ yes or no ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ച do or does എന്ന ഓക്സിലറി വെർബിന്റെ മുൻപിൽ. കിട്ടുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? കോംപ്ലിക്കേറ്റഡ് ആണോ? അല്ല. Is it complicated? അല്ല. So if you are listening well, it's easy for you to understand that നമ്മൾ yes or no ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ച do or does ന്റെ മുൻപിൽ WH ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കിട്ടുന്നത് ക്വസ്റ്റ്യൻ കിട്ടും. So we will just move to the next one, that is what question with question words. ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ആദ്യം നമ്മൾ കണ്ടത് yes or no ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇത് yes or no ക്വസ്റ്റ്യൻ മാറി നമുക്ക് ഒരു വലിയ ആൻസർ കൊടുക്കണം WHO ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡു ഓർ ഡസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെന്റൻസിന്റെ മുൻപിലേക്ക് നമ്മൾ WHO ക്വസ്റ്റ്യൻ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അതൊരു WHO ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയി. ഇതുപോലെ എക്സാമ്പിൾ നോക്കാലോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഡു ഐ ഗോ ടു സ്കൂൾ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഡു ഐ ഗോ ടു സ്കൂൾ, ഡു യു ഗോ ടു സ്കൂൾ, ദെൻ ഡു ദേ ഗോ ടു സ്കൂൾ. അതിന്റെ മുൻപിലുള്ള നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡൂവിന്റെ മുമ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ വെൻ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വെൻ. അത് കഴിഞ്ഞിട്ട് എല്ലാം സെയിം അല്ലേ. നോക്കിയേ, ഡു ഐ ഗോ ടു സ്കൂൾ, വെൻ ഡു ഐ ഗോ ടു സ്കൂൾ. ആ സെയിം പാറ്റേണിന്റെ മുൻപിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്താൽ മാത്രം മതി. അടുത്ത് നോക്കിയേ, ഡസ് ഹി ഗോ ടു സ്കൂൾ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുൻപിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? yes or no ക്വസ്റ്റ്യന്റെ മുമ്പിലേക്ക്, ഡസിന്റെ മുമ്പിലേക്ക് എന്ത് ചെയ്തു? WHO ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു. വെൻ വന്നു. ദെൻ വെൻ ഡസ്, ഇവിടെ ഉണ്ട് ഡസ് ഉണ്ട്, ഹി ഉണ്ട്, ഗോ ഉണ്ട്, ടു ഉണ്ട്, ടു സ്കൂൾ സെയിം ആണ്. അതിന്റെ മുൻപിലേക്ക് നമ്മൾ WHO ക്വസ്റ്റ്യൻ ആഡ് ചെയ്താൽ മാത്രം മതി. ആ കൺസെപ്റ്റ് മനസ്സിലായോ? എല്ലാ എക്സാമ്പിളും നമ്മൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനത്തെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ പാറ്റേൺ വരത്തക്ക രീതിയിലുള്ള സെന്റൻസുകൾ ഉണ്ടാക്കണം. ഏറ്റവും കുറഞ്ഞത് 10 എണ്ണമെങ്കിലും ഉണ്ടാക്കി ഇതിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എന്താ വന്നിരിക്കുന്നത്? He does his best in every task. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഡസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഡസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ട്രെസ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നില്ലേ ചേച്ചിനെ? അപ്പോൾ ഇവിടെ he does വന്നു. അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഈ പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചേച്ചിനെ ചെയ്യേണ്ടത്? നോട്ട് ആഡ് ചെയ്യണം. നോട്ട് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? ഡസ് കഴിഞ്ഞതിന് ശേഷം അല്ലെ, ഓക്സിലറി വെർബ് ആയ ഡസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നോട്ട് ആഡ് ചെയ്തു. അങ്ങനെ നോട്ട് ആഡ് ചെയ്തത് ആ സെന്റൻസ് എന്തായി? നെഗറ്റീവ് ആയി. He does not do his best in every task or he doesn't do അല്ലേ. നമ്മൾ ഷോർട്ട് ആക്കുമ്പോൾ doesn't എന്ന് പറഞ്ഞു. അടുത്ത നോക്കിയേ, ഈ ഡസിനെ നമ്മൾ മുമ്പോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി? ഡസിനെ നമ്മൾ മുമ്പോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു yes or no ക്വസ്റ്റ്യൻ ആയി. Does he do his best in every task? അവനെ എല്ലാ ടാസ്കിലും അവന്റെ ബെസ്റ്റ് ചെയ്യാറുണ്ടോ എന്ന ചോദ്യമായി. അപ്പം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അവൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിക്കണമെങ്കിലോ എന്താകും? അതിന് മുമ്പ് ഈ ഡസിന്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? WHO ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം. ഇവിടെ ഏതായിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ളത്? ഇവിടെ നമുക്ക് എങ്ങനെയെന്ന് ചോദിക്കാം അല്ലെ. How does he do his task? How does he do his every task? അവൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന ചോദ്യം ഇവിടെ ഹൗ ചേർത്തപ്പോൾ കിട്ടി. എവിടെ ഹൗ വന്നേ? ഡസിന് മുൻപേ വന്നു. അപ്പം ഇതാണ് ഇതിന്റെ പാറ്റേൺ. എങ്ങനെയാണ് നമുക്ക് WHO ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, ഡു ഓർ ഡസ് വന്ന സെന്റൻസിനെ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് എന്താണ്? ഡു ആൻഡ് ഡസിന്റെ പ്രയോഗം എങ്ങനെയാണ് പ്രസന്റ് ടെൻസിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ വീണ്ടും ഒന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓരോ സെഷനിലും 10 എക്സാമ്പിൾ വെച്ച് ഇതിൽ കമന്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ മുമ്പിൽ ആരെങ്കിലും കമന്റ് ചെയ്തതിൽ
തെറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. അങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ 9061281631 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇവിടെയുള്ള സെഷനേക്കാളും കൂടുതൽ ലൈവായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ഡിസ്കഷൻ നടക്കുന്നതായിരിക്കും, കോൺവെർസേഷൻ പ്രാക്ടീസ് ഉള്ളതായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. സോ വിൽ മീറ്റ് യു there. Till then, bye bye. This is Jinx from Fluent Now. Happy learning.